അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ മൈതാനിക്കാടുകളിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ വിവിധ മൈതാനികളിലൊക്കെ പള്ളിപ്പറമ്പിലൊക്കെ മരണപ്പെട്ട് കിടക്കുന്നവരായിട്ടുണ്ട്. അവരൊക്കെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് റിക്വസ്റ്റ്, ഒരു അപേക്ഷ നടത്തി പോയവരാണ്. പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല. എന്താണ് അവരുടെ അപേക്ഷ എന്നറിയോ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. അള്ളാഹുവേ, സ്വല്പം ടൈം നീട്ടിത്തരണം, ഒരു സാവകാശം, എക്സ്ക്യൂസ് മീ, ശകലവും കൂടി എൻ്റെ ടൈം എനിക്കിനി നീട്ടിത്തരണം എന്നുള്ള ഒരു അപേക്ഷ അവരൊക്കെ സമർപ്പിച്ചവരാണ്. അങ്ങനെ തന്നാൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റെ ലൈഫ് ഞാൻ ഉയർത്തിക്കൊണ്ടുവരും, ഒരു ബെറ്റർ ലൈഫ് ഞാൻ കാഴ്ചവെക്കും, വാക്കും മിനസ് സ്വാലിഹീൻ എന്നൊക്കെ അവർ കെഞ്ചി പറഞ്ഞവരാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റിപ്ലൈ എന്താണെന്നറിയോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ആ ഫിക്സ്ഡ് ടൈം എത്തിയാൽ പിന്നെ ഒരാളെയും ഇത്ര വിഐപി ആണെങ്കിലും ശരി, അവർക്ക് പിന്നെ ഒരു സാവകാശവും ഇല്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. അള്ളാഹു തആല പറയുന്നുണ്ട്, അവരന്നു അമ്മിർക്കും തദക്കറു ഫീ മൻ തദക്കർ. ഞാൻ ഇഷ്ടം പോലെ സമയം തന്നില്ലേ, സമയം തരാണ്ടൊന്നുമില്ലല്ലോ. ആ തന്ന സമയമൊക്കെ നീ തുലച്ചതല്ലേ, നീ നഷ്ടപ്പെടുത്തിയതല്ലേ. ഓവുചാലിൽ, ഫുട്പാത്തിൽ, റോഡ് സൈഡിൽ, കവലകളിലൊക്കെ ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്തു, അത് നഷ്ടപ്പെടുത്തി. ഇഖ്സൗഫി യാ വലാ തുകല്ലിമു. അള്ളാഹുവിൻ്റെ കമൻ്റാണ്. ഇനി മുണ്ടിപ്പോവരുത്, ഒരക്ഷരം ഉരിയിടാൻ പാടില്ല, കാമ മുണ്ടിപ്പോവരുത്. ഇഖ്സൗഫി യാ വലാ തുകല്ലിമു. വളരെ നിന്യത അനുഭവപ്പെട്ടുകൊണ്ട് നരകത്തിൽ കഴിഞ്ഞുകൂടുക, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അള്ളാഹു ഈ മറുപടി പറയുമ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ വിയർക്കുന്ന സമയമാണത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഹയാത്തക്ക കപില മൗത്തിക്ക. അള്ളാഹു തആല പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതം ഉപയോഗപ്പെടുത്തിക്കോ. 60ഉം 70ഉം ഒക്കെ വയസ്സ് ജീവിക്കാൻ അവസരം തന്നിട്ട് ആ ടൈമൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ നഷ്ടപ്പെടുത്തി പിന്നെ അള്ളാഹുവിനോട് സാവകാശം ചെയ്യണം, ടൈം വേണം എന്ന് പറയുന്നതിലൊരു അർത്ഥമല്ലല്ലോ, അതിലൊരു കഥ അല്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു തആല പറയുന്നത്, ഇഷ്ടം പോലെ ഞാൻ സമയം തന്നിട്ടുണ്ട് ചിന്തിക്കാൻ, നീ ചിന്തിക്കാത്തതിന് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇനി മുണ്ടിപ്പോകരുത്. ഒരാഴ്ച മുമ്പ് മാഹിയിൽ ഒരു മരണം നടന്നു. വിവാഹം നടക്കുകയാണ് മകളുടെ. ഭർത്താവായിട്ട് വരുന്ന, വരനായിട്ട് വരുന്ന ആൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അയാൾ അരമണിക്കൂർ ലേറ്റായിട്ടാണ് വരുന്നത്. കയറി വരുന്ന സമയത്താണ് ഈ വധുവിൻ്റെ പിതാവ് അറ്റാക്കായി മരണപ്പെടുന്നത്. നിക്കാഹിനുള്ള സമയം അടുത്തു വരികയാണ്. പക്ഷെ വീട്ടുകാർ ആ സമയത്ത് മരണവാർത്ത പുറത്തു വിട്ടില്ല. എന്നിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തത് ആരാന്നറിയോ? ആ മരണപ്പെട്ട ആളുടെ ജ്യേഷ്ഠൻ നിക്കാഹ് ചെയ്ത് കൊടുത്തു. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മരണവാർത്ത പുറത്തു വിട്ടത്. അപ്പോഴേക്കും ആ മരണ വീട് വിവാഹ വീട് മരണ വീടായി മാറുകയായിരുന്നു. പിന്നീട് ചടങ്ങുകളൊക്കെ മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും പള്ളിയിലേക്ക് കൊണ്ടുപോകലും ഒക്കെയാണ്. ചുരുക്കത്തിൽ മകള് മണിയറയിലേക്ക് പോകുന്ന ദിവസം തന്നെയാണ് പിതാവ് മണ്ണറയിലേക്കും പോകുന്നത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ഫിക്സ്ഡ് ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും അള്ളാഹു ബന്ധിക്കുകയില്ല. ഇത്തരം സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്, ഒരു ഇൻഫ്ലുവൻസ്, ഒരു ഇമ്പാക്റ്റ് നമുക്ക് നൽകിയാൽ നമ്മുടെ ജീവിതം, ശിഷ്ടജീവിതം, ബാലൻസ് ഉള്ള ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അവസാന നിമിഷം കെഞ്ചുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലഭിച്ച സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.